അമ്മോ എടാ നീ പ്രോജക്റ്റ് വെച്ചാ? എടാ എന്തു കഷ്ടം എടാ, നിന്റെ അടുത്ത് വയ്ക്കില്ലെന്നല്ലേ ഞാൻ പറഞ്ഞേ? എന്റെ അടുത്ത് പറഞ്ഞിട്ട് വെക്കണമെന്നല്ലേ? എടാ ഞാൻ തുടങ്ങിയിട്ട് പോലും ഇല്ല. എന്തോന്നമ്മോ കഷ്ടമുണ്ട്. എടാ എനിക്ക് അറിയത്തില്ലടാ, ഞാൻ പറഞ്ഞില്ല ഞാൻ ക്ലാസ്സിൽ വരാത്തോണ്ട് എനിക്ക് അറിയത്തില്ല. അനുവിന്റെ അടുത്ത് നിന്റെ അടുത്ത് ഞാൻ ഒരുമിച്ചാ പറഞ്ഞേ. രണ്ടുപേരും വെച്ചല്ലേ, നന്നായി. ഇത് കഴിഞ്ഞ പ്രാവശ്യം മറ്റേ മാത്സിന്റെ പ്രോജക്റ്റ് ഫൈനൽ ഡേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വച്ചില്ല, കാരണം നീ വെക്കാത്തോണ്ട്. നന്ദി വേണോടി, നന്ദി. ഓ ശരി, ഇനി ഒന്നും പറയണ്ട. എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നത് അറിയത്തില്ല, ചെയ്യാം ഞാൻ. ഓക്കെ ശരി. ഹായ്. കിളി, ഇതെന്താ കിളി ഇത്? അയ്യോ കൊറേ ഉണ്ടല്ലോ. അച്ചടാ നല്ല രസമുണ്ട്. മഞ്ഞക്കള, ഞാൻ ഇതിന് മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലേ കിളി. ഫോട്ടോ എടുത്തോ? ക്ലിയർ ഇല്ല, പുതിയ ഫോൺ മേടിക്കും. അച്ചടാ നല്ല രസമുണ്ട്. അയ്യോ മോളെ, എന്തോന്ന് മോളെ? കിളി അച്ഛാ, കിളി. കിളിയാ? എവിടെ? അത് നോക്ക്, ഞാൻ വന്നപ്പോ ഇവിടെ ഈ മരത്തിന്റെ മണ്ടയിൽ ഇരിക്കായിരുന്നേ. മഞ്ഞ കളറ് കിളി, നല്ല രസമുണ്ട് കാണാൻ. എവിടെ? പറന്നേ പോയാ? ഇനി കുരുവിയായിരുന്നു? കുരുവില്ല അച്ഛാ, കുറച്ചും കൂടെ വലിയ കിളി. എന്ത് കളറായിരുന്നു? മഞ്ഞ കളർ. അതാണ്ട് ഈ കളറിനെ കാട്ടിയും കുറച്ചും കൂടെ ഒരു ലൈറ്റ്. ആണോ? നല്ല ഭംഗിയായിരുന്നു. ഭംഗിയായിരുന്നു. അല്ലെങ്കിൽ ഈ കിളികൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭംഗിയുള്ള സാധനല്ലേ, തൂവലൊക്കെ പല കളറും. കാണാൻ പറ്റിയില്ല. എടി നല്ലൊരു കിളിയടി, അപൂർവ ഇനത്തിൽ പെട്ടാന്ന് തോന്നണ. എവിടെ പോയി? എടി ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു പോയി. നല്ല കിളിയായിരുന്നു. എന്ത് കിളിയാണെന്ന് അറിയുമോ? അതെ, മണ്ണാത്തി പുള്ളായിരിക്കോ അതോ ആനറാഞ്ചിയാണോ അല്ലെങ്കിൽ പൂത്താങ്കിരി ആവാൻ സാധ്യതയില്ല അല്ലേ? എന്തുമാത്രം ഐറ്റം കിളികളുണ്ടെന്ന് അറിയുമോ? പണ്ട് നമ്മുടെ ഇവിടെ കാഞ്ഞിരംപാറയല്ലേ, ആ പാറകളിൽ ഇറങ്ങുന്നതിന്റെ അവിടെ എന്തുമാത്രം കിളികൾ വരുമ്പോ ആ പാറയുടെ മേളിൽ കയറി പറന്ന് കാണാൻ ഭയങ്കര രസമാണ്. അതെ, എപ്പോഴും ഈ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന ഇതിനൊന്നും കാണാൻ പറ്റില്ല. വല്ലപ്പോഴും ഒക്കെ എന്റെ മോള് പുറത്തോട്ട് ഇറങ്ങണം, ഇങ്ങനെയൊക്കെ നോക്കണം, എന്നാലേ കാണാൻ പറ്റൂ കിളികളെയൊക്കെ. കിളികളെ കുറിച്ച് അറിയണമെങ്കിലേ ഇങ്ങനെ നോക്കണമെന്നൊന്നുമില്ല, ഫോണിൽ ഗൂഗിളിൽ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാ പോരെ. അച്ഛന് ഏത് കിളി വേണം? കൊള്ളാം, നല്ല ആളെടുത്താണ് പറയുന്നത്. നീ ഫോട്ടോ എങ്കിലും എടുക്കണ്ടേ മോളെ? അച്ഛൻ എടുക്കാൻ പറ്റിയില്ല അച്ഛാ, അത് പറന്നു പോയത്. എന്താ പരിപാടി രാവിലെ തന്നെ? അച്ഛാ ഇനി മറ്റേ ദേശാടന കിളി വല്ലതും ആയിരിക്കോ? ദേശാടന കിളിയാണെങ്കിലേ അത് കൂട്ടത്തോടു കൂടിയല്ലേ വരുള്ളൂ. ആണല്ലേ? ദേശാടന കിളി അത് ഇവിടെ പറന്ന്. എടി എന്തോന്ന് പരിപാടി എന്ന് പറ. പക്ഷി നിരീക്ഷണോ? എന്റെ മണി, ഇവൾ ഒരു കിളിയെ കണ്ടു, നല്ല രസമുള്ളൊരു മഞ്ഞ കിളി എന്നാണ് പറയാൻ, പക്ഷെ നമ്മള് കണ്ടില്ല, പറന്നു പോയി. നല്ല രസമുണ്ടായിരുന്നമ്മ. ആണോ? അല്ലടി, ഈ മണ്ണാത്തി പുള്ളൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? എടി അതൊക്കെ എനിക്കറിയാം, ഞാൻ ഒരു പ്രകൃതി സ്നേഹിയാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? നീ വേറൊരു പേര് പറഞ്ഞല്ലോ, പൂത്താങ്കിരി. പൂത്താങ്കരി. ആനറാഞ്ചി. ആനറാഞ്ചി ഒന്നുമില്ല. നീ കണ്ടില്ലല്ലോ ഇവിടെ മരത്തിന്റെ വെള്ളം? ഇവിടെ ഏതൊക്കെയോ ചെറിയ ചെറിയ കിളികളൊക്കെ വരണ കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്തോന്ന്, അതൊക്കെ എന്റെ തറവാട്ടില്. അയ്യോ എത്ര തരം കിളികളും പക്ഷികളും വരുമായിരുന്നു അറിയോ? നമ്മുടെ വയലിന്റെ അപ്പുറത്തെ കാവില്ലേ, കാവില് 100 കണക്കിന് വെറൈറ്റിയുള്ള പക്ഷികൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വർഷത്തിലെ സീസണൊക്കെ ആവുമ്പോഴത്തേക്കും ദേശാടന കിളികൾ പറന്നു വരും, എല്ലാ വർഷവും വരും. നമ്മൾ കണ്ടിട്ടില്ലാത്ത വേറെ ഏതൊക്കെയോ രാജ്യത്തു നിന്ന് വരുന്നതാണെന്നൊക്കെ അന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാട് കളറുള്ള മഞ്ഞ കളറ്, പിന്നെ വെള്ളയും തവിടും കൂടെ ചേർന്ന കളറ്, പിന്നെ ഒരു വെള്ളയിൽ ചാര നിറമുള്ള ഒരു വലിയ പക്ഷി. എന്തൊക്കെ വെറൈറ്റികളാണ്. പക്ഷെ നിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. കാണാൻ ഭയങ്കര ഇഷ്ടം. ഞാനും ചേട്ടനും കൂടെ എപ്പോഴും പോയി കാണുമായിരുന്നു കേട്ടാ. ഞാൻ പോണ് ഇനി ഇവിടെ നിന്നല്ലേ പുലിനട വീട്ടിലെ പക്ഷിപുരാണം മൊത്തം കേൾക്കേണ്ടി വരും. അച്ഛാ ഞാനും വരുന്നു. ഒരു വോട്ടമ്മ, അവർക്ക് ഈ പ്രകൃതി സ്നേഹവും അങ്ങനെ പറ്റിയുള്ള ഫീലിങ്സും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. അമ്മ പറ അമ്മ, ഏതൊക്കെ കിളിയമ്മ കണ്ടിട്ടുണ്ട്? പണിയായിരുന്നു, പണിയുണ്ട്. ഇവിടെ വാനത്ത് നോക്കിക്കൊണ്ടിരുന്നു. എന്തോന്നമ്മ? പണിയുണ്ടടി അടുക്കളയില്, നീ നോക്കിക്കൊണ്ടിരുന്നു ഇവിടെ. മക്കളെ, എനിക്ക് തോന്നുന്നതേ
മെനങ്ങാന്ന് ഞാൻ ഇവിടെ നിന്നപ്പോഴേ ആ ഓലയിൽ ഒരു കിളി വന്നിരുന്നു. ഒരു മഞ്ഞയും ഒരു കറുപ്പൊക്കെ ഉള്ള പുള്ളി ഒരു കിളി. ഇനി അത് വല്ലതാണ്, അതൊരു കുരുവി പോലെയാണ്, ഒരു മറ്റേ തൂക്കണാം കുരുവി പോലെ ഇരിക്കും. എനിക്ക് തോന്നുന്നു ഈ മാവിലല്ലേ നീ കണ്ടത്, ഇവിടെ കൂട് വെക്കാൻ വരായിരിക്കും, മുട്ടയിടാൻ വേണ്ടി പിന്നെ കൂട് വെക്കാൻ വരുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷെ ശല്യം ചെയ്യരുത്. ഇല്ലല്ലോ, ഒരുപാട് കിളി കിട്ടൂല നമുക്ക്. നമുക്ക് കിട്ടൂല. ഇവിടെ വന്ന് അത് കൂട് വെച്ച് മുട്ട വിരിഞ്ഞ് പറന്നങ്ങ് പോവും. പക്ഷെ നല്ല രസമായിരിക്കും. യെല്ലോ ബേർഡ്സ് ഇൻ കേരള നോക്കാം. വിളിച്ചത് എന്തിനു വിളിച്ചെന്നറിയോ? നീ വല്ല അറിയുന്നുണ്ടോ എന്റെ കാർത്തു? എനിക്ക് വീട്ടിൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. ആഹാ, നല്ല കാര്യം. എന്തോ ജോലി വീട്ടില്? എത്ര? എന്തിനു വിളിച്ച? ഒരു കാർത്തു, നമ്മുടെ മാവിന്റെ മണ്ടയിലുണ്ടല്ലോ നല്ലൊരു കിളിയടി. ഏത് കളറ്? എടി മഞ്ഞ കളറ്. ഏത് കിളി? ഏത് കിളിന്ന് വെച്ചാ തൂക്കണാൻ കുരുവിയാണെന്നാണ് എന്റെ ഒരു ബലമായ സംശയം. തൂക്കണാൻ കിളി? അതേത് കിളി? എടി ഈ തൂങ്ങിക്കിടക്കുന്ന കൂടില്ലേ അതിലുള്ള കിളി. നല്ല രസമുണ്ട് കാണാൻ. എത്ര എണ്ണം വന്നു? എടി അതൊരു 7-8 എണ്ണം, ഒരു 10-10-നുള്ളിൽ ഇഷ്ടംപോലെ കിളി ഉണ്ടായിരുന്നു. 10-നുള്ളിൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. ചകിരിയൊക്കെ വെച്ചിട്ട് നല്ല രസമല്ലേ മക്കളെ? എത്ര കിളി എന്ന് പറഞ്ഞത്? അത് പിന്നെ കുറച്ച് കിളി. കുറച്ച് കിളി. ഷോ, തള്ളി മറിക്കാൻ എന്റെ മോളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു കിളി എങ്ങാണ്ട് കണ്ട് അത് അവൾ അച്ഛൻ പറഞ്ഞു കൊടുത്ത് തൂക്കണം കിളി ആയിരിക്കുന്നു. അതിനാണ് 8-10 കിളിയല്ലേ? എനിക്കിത് കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി, ഒറ്റയ്ക്ക് ഹിമാലയം തള്ളിമറിക്കാൻ കഴിവുള്ള ചേച്ചിയാണ്. ഇടി നിനക്ക് എന്താണ് രാവിലെ രണ്ടും കൂടെ? ഈ ചേച്ചി വിളിച്ചു വരുത്തിയതാ. മക്കളെ, നിനക്ക് വേറെ പണിയൊന്നുമില്ല. അവള് വിളിച്ചോടനെ വരാൻ നിൽക്കണ എന്തിന്? അവളോ പഠിക്കൂല, നീങ്കിലും ഇരുന്ന് പഠിച്ചുകൂടെ? ഈ സമ്മതിക്കണ്ടേ? ഓ പിന്നെ വലിയ പഠിപ്പിച്ചു വന്നേക്കുന്നു, പഠിക്കാൻ പോണോ? തുടങ്ങി. മണി, അല്ല, നീ എന്തിനു ഇവിടെ അടുത്ത് വരാൻ പറഞ്ഞത്? അത് പറ ആദ്യം കാര്യം. നേരത്തെ അച്ഛൻ പറഞ്ഞില്ലേ, അത് ശരിയാണെങ്കിൽ ഇവിടെ തൂക്കണാൻ കുരുകൾ കിടന്ന് കറയണതേ കൂട് വയ്ക്കാൻ തന്നെ ആയിരിക്കും. അതിന് നമ്മളെന്ത് ചെയ്യണം? ഇടി നമ്മൾ എന്തോ ചെയ്യണമെന്നല്ല, ഇടി ആ പക്ഷികൾ വന്ന് ഇവിടെ കൂട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മുട്ടയിടും. അതിനകത്തുനിന്ന് ഒരുപാട് കിളിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരും, പല പല കളറുള്ളത്, നല്ല ഭംഗിയുള്ള ശബ്ദം. വൈകുന്നേരമൊക്കെ അവിടെ ചെന്നിരിക്കാൻ എന്ത് രസമായിരിക്കും അല്ലേ? ഷോ, നല്ല രസമായിരിക്കും. അതുപോലെ അത് നല്ലപോലെ കാഷ്ടിച്ച് ഇവിടെ മുഴുവൻ നാട്ടിക്കും. കഷ്ടം. എന്തിന് കാഷ്ടോ? കാഷ്ടമല്ല, കൊച്ചിനടുത്ത് പറഞ്ഞ കാർത്തു. എടി അത് ഇവിടെ വന്ന് കൂട് വെച്ചില്ല എങ്കിൽ ഈ പിങ്കി അതിനെ കൊണ്ട് വെപ്പിക്കും. അതെങ്ങനെ? അതൊക്കെ വെപ്പിക്കും. അവരഥവാ കൂടെ ഉണ്ടാക്കിയിരിക്കും, ഒരു കൂടങ്ങ് മേടിച്ച് വെച്ചു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ മക്കളെ അച്ഛൻ വെക്കാം. അച്ഛൻ കൊണ്ട് കൂട് വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കിളി വരും, മുട്ടയിടും, കുഞ്ഞും വിരിയും. വയ്ക്കണോ അച്ഛാ? അച്ഛൻ വെക്കണം. നമുക്ക് ഈ വീടും പരിസരവും മൊത്തം ഒരു പക്ഷി സങ്കേതമാക്കണം. ഇത്രയും നാള് പട്ടി സങ്കേതമായിരുന്നു, ഇപ്പൊ പക്ഷി. മൊത്തം നെഗറ്റീവ്. ഇവളെ കൊണ്ട് തോറ്റല്ല. അമ്മയ്ക്ക് അറിയാലോ ഞാൻ ഒരു പ്രകൃതി സ്നേഹിയാണെന്ന്. എന്തോ പ്രകൃതി സ്നേഹിയ? ചെടിക്ക് ഒരു വെള്ളം പോലും ഒഴിക്കൂല, അവളാണ് പ്രകൃതി സ്നേഹി. പിന്നെ അങ്ങ് എല്ലാം ചെയ്യും. എന്താ ഞാൻ ചെയ്യൂലേ? എടി, നിനക്ക് മറ്റേ പക്ഷി മാത്രം മതി, ഇനി വേറെ വല്ലതും വേണോ? ഇപ്പൊ പക്ഷി മതി. ഞാൻ പട്ടിയായി, ഇനി പക്ഷിയായി. അല്ല, നിനക്കേ ഈ അട്ട, പുഴു, പാറ്റ, പഴുതാര, പാമ്പിനോടൊന്നും സ്നേഹമില്ല? നീ അതൊക്കെ വളർത്തോന്നറിയാൻ വേണ്ടി ചോദിച്ചതാണേ. വീണ്ടും നെഗറ്റീവ്. എന്തോ ഞാനേ റോഡിലോട്ട് പോണു, വല്ല വാങ്ങിക്കണ്ടോ? ഇവിടെ ഒന്നും വാങ്ങിക്കണ്ട, ഉണ്ട്, എല്ലാവരും കൊണ്ട്. വേണം ചിക്കൻ റോട്ടി. അച്ഛാ, ഞാനും വരുന്നു. റോഡില് ചുമ്മാ കാണാൻ. വാ കാർത്തു. വീട്ടിൽ പറയണ്ടേ? വീട്ടിലൊക്കെ പറഞ്ഞു വിളിച്ചു പറയാം. മണി വിളിച്ചു പറഞ്ഞു, കാർത്തുന്റെ അമ്മയുടെ പറഞ്ഞു. എന്തോ പരിപാടി? ചുമ്മാ വരട്ടെ. കൊറേ നാളായില്ലേ പുറത്ത്. എന്നാ അമ്മ വിളിച്ചു പറഞ്ഞിട്ട് പോക്കോ. നീ അവിടെ ചെല്ലുമ്പോ അത് വേണം ഇത് വേണമെന്നൊന്നും പറയല്ലേ? ഞാൻ അങ്ങനെ പറയാറില്ല. നമ്മുടെ അവിടെ പറഞ്ഞ രമേശനില്ലേ ഓട്ടോ? അച്ഛാ, ഓട്ടോ ഒന്നും പിടിക്കണം, നമുക്ക് നടന്നു പോവാ. അതിന് ഓട്ടോ ആര് പിടിക്കുന്നു? നടന്നു തന്നെ പോണത്. പിടിക്കണ്ടെന്നാണ് പറഞ്ഞു. അച്ഛാ, മറ്റേ മോതിര തത്തയില്ലേ? പച്ചത്തത്ത. അതെവിടെ കൂട് വയ്ക്കണേ? അത് കൂട് വയ്ക്കണേ ഈ ഉണങ്ങിയ തെങ്ങിന്റെ ഒക്കെ പൊത്തില്ലേ, അതുപോലെ തന്നെ ഉണങ്ങിയ മരത്തിന്റെ ഒക്കെ പൊത്തുകളിലാണ് തത്ത കൂട് വയ്ക്കണേ. അങ്കിൾ, ഈ മൈനയില്ലേ, മൈനക്ക് പോസ്റ്റിലൊക്കെ വന്ന് കൂടി വെക്കൂലേ? മൈന പോസ്റ്റിൽ കൂട് വയ്ക്കും, ഈ ചുള്ളിക്കമ്പൊക്കെ വെച്ചിട്ട് കൂട് വയ്ക്കും. നിങ്ങൾ ആരെങ്കിലും കാട്ടുമൈനയെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ? കാണണം, ഭയങ്കര രസമാണ്. വെറൈറ്റി കിളികളല്ലേ. പിന്നെ നമ്മുടെ വീടിന്റെ ബാക്കിൽ ആ പാറവിള വീട്ടിലെ ഇതിരിക്കുന്നില്ലേ ലെവലോലി മരം, അതില് പണ്ട് മലമുഴക്കി വരുമായിരുന്നു, വേഴാമ്പല്. അയ്യോ, എന്ത് രസമാണെന്നറിയാമോ? കണ്ടിട്ടില്ലല്ലോ നിങ്ങള്? ഇല്ല, കാണാൻ കൊതിയാവും. ഒഫീഷ്യൽ ബേർഡാണ്. ഒഫീഷ്യൽ നമുക്കേ ചായ കുടിക്കും.
ചായ കുടിക്കണോ? ചായ വേണ്ടേ കാർത്തു? ആ വേണ്ട എന്നാ പിന്നെ ചായ കുടിക്കാം. ഇതിനാണല്ലോ പുറത്തിട്ട് വരണേ. 3 ചായ. പഴംപൊരി എണ്ണപ്പലഹാരമാണ്. പഴംപൊരി തരണം. അച്ഛാ ഈ എണ്ണ പലഹാരം ഉണ്ടല്ലോ, പഴംപൊരി തരണം. ഉച്ചക്കരുത്. നമ്മൾ ഈ എണ്ണ പലഹാരത്തിനോട് ചായ കുടിക്കാന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. അങ്ങളെ ഇപ്പൊ ചേച്ചിക്ക് ചിക്കൻ ഫ്രൈ കിട്ടിയാലേ ചേച്ചി ഇതല്ലേ പറയണത്. എന്ത് കിട്ടിയാലും അവൾ അങ്ങനെ തന്നെ പറയാം. കാപ്പാടിന്റെ കാര്യത്തിൽ എന്റെ മോള് അല്ലേ. പിന്നെ അവിടെ ചെന്നിട്ടേ ഇത് റിങ്കി എടുത്തൊന്നും പറഞ്ഞു കൊടുക്കല്ലേ ഇങ്ങനെ പഴംപൊരി കഴിച്ചത്. അവൾക്ക് വലിയ താല്പര്യം കാണൂല. എന്നാലും നിങ്ങൾ വന്നാ കേട്ടോ. നോക്കും കൂടി ചോദിച്ചാണ് ഇവള്. എനിക്ക് വേണ്ട. ഓ ചൂടേ ചൂട്. ചായ ചൂടാ, ഇങ്ങോട്ട് നീങ്ങുന്നില്ല മോളെ. കഴിക്കും. കൊള്ളാം. എങ്ങനെയുണ്ട്? മധുരം ഉണ്ടോ? നീ ആരാ നോക്കണത്? അച്ഛാ കൂടച്ചാ. അത് തത്തയുടെ കൂടാണ് മോളെ. തൂക്കണം കുരുവി ഇതല്ല. തൂക്കണം കുരുവി മറ്റേ ഇതില്ലേ ചകിരി കൊണ്ടുണ്ടാക്കിയ കൂടിലാണ് തൂക്കണം കുരുവി കൂട് വെക്കണത്. അതാ അതിന്റെ അപ്പുറത്ത് ഇറങ്ങുന്നുണ്ടോ? ആ തത്ത കൂടിന്റെ അപ്പുറത്ത് ഇറങ്ങുന്നില്ലേ? അതാണ് ശരിക്കും തൂക്കണം കുരുവി കൂട് വെക്കുന്നത്. എന്നാ നമുക്ക് അത് മേടിച്ചാ? കൊച്ചേ കണ്ണി കണ്ടൊക്കെ വാങ്ങിച്ചിട്ട് എന്റെ പൈസ ഒന്നുമില്ല. ചുമ്മാരി നീ ചായ കൂടി. ഞാൻ ഒരു കാര്യം പറയട്ടാ. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്തോന്ന് പറഞ്ഞത്? ഒന്നും വേണ്ട, ഒന്നും വാങ്ങിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? അത് പിന്നെ അച്ഛാ അത് മേടിച്ചിരുന്നെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല അച്ഛാ. പ്ലീസ് അച്ഛാ, പ്ലീസ് 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 പ്ലീസ്. വാങ്ങിച്ചു തരാം. ചായ കുടിക്കരുത്. ചായ കുടി. ഇതിനാണല്ലോ കൂടെ വന്നത്. എല്ലാ സാധനം വേണം. ഇതല്ലേ ചേച്ചി? ഇതെന്താ വില? 100 എടുക്കട്ടെ? അയ്യോ പിടിച്ചോ മോളെ. പൈസ എടുത്ത നീ പൈസ എടു. കാത്തുകുട്ടി പിടി. എന്തോന്ന് ഇതാ. സൈഡിൽ കൂടെ നടക്ക്. കഴിച്ചു തീർന്നില്ലേ മോളെ ഇതുവരെ? പതിയൊക്കെ കഴിച്ചെടുക്കണേ. അതുവഴി ഇതൊന്നും ഒച്ച കിടന്ന് ബേളം വെക്കുന്നേ. സന്തോഷം. ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടോ? എടി ഭയങ്കരി, നീ അച്ഛന്റെ കൂടെ പോയി ഇത് ഒപ്പിച്ചെടുത്തല്ലേ? അമ്മ ഒപ്പിച്ചതല്ല അമ്മ, എല്ലാം ഒത്തു വന്നതാണ്. പ്രകൃതിയുടെ ഓരോരോ കളികളെ. ഇതെന്തുവാടി അണ്ണാന്റെ കൂടാ? ഈ കൂടുണ്ടല്ലോ, ഇതോ ആ മരത്തില് എന്റെ പൊന്നച്ഛൻ കേറി വയ്ക്കും. അച്ഛൻ കേറുന്നൊക്കെ കൊള്ളാം. ആ മരത്തിന്റെ കൊമ്പിന്റെ അറ്റത്ത് കയറി വെക്കണം. ഇനി വയസ്സാം കാലത്ത് ഞാൻ ആ മരത്തിൽ വലിഞ്ഞു കയറണം, മൂടി ഇടിച്ച് വീഴണം, തലയടിച്ച് ചാവണം. എന്നിട്ട് ആര് സമാധാനം പറയും? ഞാൻ പറയാം. അല്ല അങ്ങനെയല്ല, നിനക്കൊക്കെ തന്നെ നഷ്ടം. അമ്മ ഇനി ഞാൻ കയറി വെച്ചേർന്നായിരിക്കും. അത് വേണ്ട, മരോടി. ശരിയല്ല പണി. നീ വാ ചേച്ചി, കുഞ്ഞു ചേച്ചി, നല്ല കൂടല്ലേ? ആ കൊള്ളാം. ഇതോ ആ മരം കണ്ടോ? ആ കണ്ടു. നമുക്ക് അവിടെ വെക്കാം. അതിന്റെ മുകളിൽ കയറാം. ചേച്ചി കയറും. ചേച്ചി ഭയങ്കര ജിമ്മൊക്കെ അല്ലേ? എനിക്കറിയാം ചേച്ചിക്ക് ഹനുമാന്റെ കരുത്താണ്. ഒന്ന് സപ്പോർട്ട് ചെയ്താ മതി, വലിയ ആളാവും ചേച്ചി. കഷ്ടപ്പെട്ട് ജിമ്മിൽ പോയി കൈയും കാലും ഒക്കെ ഒന്ന് ഉരുട്ടി വെച്ച് ഈ വണ്ടാരം പിടിച്ച മരത്തിൽ കയറിയിട്ടാണ് നീ അത് ഓടിയേ. കൊള്ളാം മനസ്സിലിപ്പോ രണ്ടിന്റെ ഓടിയിടുന്നു. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ല. ഇറങ്ങി എങ്ങനെയാണ് പ്ലാൻ? ഓ തീരെ തരക്കേടില്ല. നമുക്കിത് എവിടെ വെക്കും ചേച്ചി? ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല. നമ്മളിത് എവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കണം. നമുക്ക് ഇവിടെ നോക്കിയാലോ? പൊത്തിക്കോ. അയ്യോ ചേച്ചി, നമുക്ക് ഇതിനകത്തെ കുറച്ച് തീറ്റ വെച്ച് നോക്കിയാലോ? എടി തീറ്റ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പലയിടത്തുനിന്നുള്ള കിളികൾ ഒരുമിച്ച് പറന്നു വരും. പിന്നെ ആ കിളികളെല്ലാം കൂടെ അടി ഉണ്ടാക്കി കശപിശയായി പിന്നെ ഇതെല്ലാം കൂടെ വലിച്ചു കീറി പിന്നെ എവിടെയെങ്കിലും വലിയ പ്രശ്നമാവും കേട്ടോ. അപ്പൊ നമുക്ക് ഈ തൂക്കണാങ്കുരുവിയെ തന്നെ കിട്ടണം. തൂക്കണാങ്കുരുവിയെ തന്നെ കിട്ടാം. കുരുവി കിട്ടാം. അത് തന്നെ കിട്ടും. തൂക്കണാങ്കുരുവി ഇത് കോഴിയല്ലേ ബാ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ.
ഇത് തൂക്കണം കുരുവിയാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുരുവികളൊന്നും വരൂല. പിന്നെ അങ്ങനെ നമ്മൾ മാറി നിന്ന് നിരീക്ഷിക്കണം. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് നിരീക്ഷിച്ചാ പോരെ, വേറെ മാറി നിരീക്ഷിക്കണം എന്തിന്? സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റത്തില്ല. അതെന്താ? സ്ട്രെയിറ്റ് ആയിട്ട് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ കിളി വരൂല. അപ്പൊ നമ്മൾ ഒളിഞ്ഞിരുന്ന് നിരീക്ഷിക്കണം. അതിനുള്ള വഴി എന്ത് ചെയ്യുന്നു? എന്തോന്ന് ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കും. ഫൈനൽ വരാം. ബൈനോക്കുലർ ചേച്ചിരുന്ന് അടിച്ചു. ആ അപ്പൊ ഇന്ന് കലകം എന്ന് ചേച്ചി നിന്ന് കിട്ടിക്കൊള്ളാം. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. വാ കമോ. നിങ്ങൾ എന്നെ മനസ്സ മക്കളല്ലേ? ഫുഡ് കഴിക്കണില്ലേ നീ? കഴിക്കണം. എന്താ കഴിക്കണേ? ഒന്നുമില്ല. കാണിക്ക്. കാണിക്കാൻ പറ്റില്ല. ഞാൻ എഴുതി കംപ്ലീറ്റ് ചെയ്തില്ല. കാണിക്ക്, എന്തോന്ന് പറ. ഇല്ലടി ഞാൻ ചെയ്തില്ല. കാണിച്ച ശരിയല്ല. നീ കളയോ? ഇല്ല, എനിക്ക് കാണണം. എനിക്ക് കാണണം. താ, താന്ന്. താടി. എന്താ ഓടുന്നേ? ഇല്ല. ഇല്ലെങ്കി വേണ്ട, എനിക്ക് വേണ്ട. ഓ അങ്ങനെ നീ കഴിക്കാൻ പറഞ്ഞെങ്കി വാ. ഞാൻ വരാം. അതെ, ഇവിടെ ഒരു കവിത എഴുതിയത്. കവിത എഴുതിയ ഒന്നുമില്ല. കവിത കവിതയാ? ഞാൻ നോക്കട്ടെ. ആയിക്കോട്ടെ. അയ്യോ അയ്യോ മിണ്ടല്ലേ. വന്നില്ല നിങ്ങളൻ ഹൃദയക്കാട്ടിൽ. കാട്ടിലല്ല കൂട്ടിൽ. വന്നില്ല നിങ്ങളൻ ഹൃദയക്കൂട്ടിൽ എത്ര കൊതിച്ചു ഞാൻ. ഒരു നോക്കു കാണാൻ വരില്ല നിങ്ങളൻ സ്വപ്നക്കൂട്ടിൽ. ചിറകൊരുമ്മി കൊക്കുരുമ്മി ഇരിക്കാൻ നമുക്ക് പാട്ടകൾ പറക്കി. പാട്ടുകൾ പറക്കില്ല, പിന്നെ പാട്ടുകൾ പാടി. പാട്ടുകൾ പാടി ഞാനും കിളവിയാകുന്നു. കിളവിയാവുന്നാ? എടി കിളിയാകുന്നു. ഞാനും കിളിയാകുന്നു. നിങ്ങളൻ മനസ്സാൽ മക്കളല്ലേ. അച്ഛാ, ഞാനും കിളിയാകുന്നു. നിങ്ങളൻ മനസ്സാൽ മക്കളല്ലേ. ഇവക്ക് എന്ത് ഭ്രാന്താ? എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. മക്കളെ, കൊക്കുരുമി ചിറകുരുമി ഒരുമിച്ചിരിക്കാം നമുക്ക്. മക്കളെ, എൻ പൊന്മക്കളെ. അയ്യോ കഷ്ടം. അച്ഛനും കൊള്ളാം, മോളും കൊള്ളാം. അമ്മ, അമ്മ ഓടി വാ അമ്മ. ചേച്ചി, അച്ഛാ, നീ എങ്ങനെ ഇതിന്റെ മണ്ടേ കയറിയ? ഞാൻ വെച്ച് കയറിയത്. എന്തിന് എപ്പോ ചാടി കയറി? കൂടെ വിടാൻ. കൊല്ല കല്ലെടുത്ത് എറിഞ്ഞു കേട്ടാ. അമ്മ ഇറങ്ങാൻ പറ്റുള്ളൂ. അച്ഛാ, എനിക്ക് പറഞ്ഞോണ്ടിരിക്കാൻ സമയമില്ല. എന്നെ താഴോട്ട് ഇറക്കും ഇങ്ങോട്ട്. നിനക്ക് നിന്നെ കൊണ്ടല്ലേ ഇത്. എങ്ങനെ ഇപ്പൊ എവിടെ ഇറക്കും? നമുക്ക് കാര്യം ചെയ്താലോ, ഫയർഫോഴ്സിനെ വിളിച്ചാലോ? നീ മുറുക്ക ഉറക്കെ തന്നെ പിടിക്കണത്. കൊമ്പൊടിഞ്ഞ് വീഴുവോ? ഏണി എടുത്ത് വെച്ചു കൊടുക്കും. അയ്യോ, നാട്ടുകാരെ ഓടി പറഞ്ഞേ. ഇറങ്ങാൻ പറ്റുമോ? പറ്റൂല. അയ്യോ, ചെയ്യും. എന്നെ ഒന്ന് ഇറക്കി തരണേ. ഇത് പിടി, ഇത് പിടി. ഇങ്ങോട്ട് പറഞ്ഞു ഏണി. രണ്ടെണ്ണം ഉണ്ട് എന്നെ തൊലയ്ക്കാനായിട്ട്. അയ്യോ, കയറെടുത്താലോ മണി. മോള് പേടിക്കണ്ട. അച്ഛൻ്റെ ഇവിടെ ചവിട്ടി, തോളിൽ ചവിട്ടി. ചവിട്ട്. പതുക്കെ പതുക്കെ ഇറങ്ങ്. എന്റെ മണ്ടേ കൂടെ വീഴരുത്. പേടിക്കണ്ട, പേടിക്കണ്ട. ഇങ്ങോട്ട് വാ. അച്ഛൻ ഇവിടെ ചോട്ടിക്കോ. ചവിട്ട ധൃതി പെടുത്തല്ലേ. ഏണി പിടിച്ചിട്ടുണ്ട് മോളെ. പേടിക്കാതെ ഇറങ്ങ്. അയ്യോ അയ്യോ, കിളിക്കൂട്. കിളിക്കൂട് ഇറങ്ങി വന്ന ഞാൻ മുട്ടുകാല് തല്ലി അടിക്കും. ഇറങ്ങി വാടി. മരത്തിന്റെ മണ്ട ഇരുന്ന് പതുക്കെ ഇറങ്ങ്. കൊണ്ട് പോവാൻ നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. മണ്ടയിൽ ഇപ്പൊ ചാടി കയറി. ഇറങ്ങ് ഇറങ്ങ്.
പണി ഒന്നും ചെയ്യണ്ട. അടിച്ചു പൊട്ടിക്കാനും വേണ്ടേ. പോട്ടെ മണി പോട്ടെ. നിങ്ങൾ പോയിക്കേ. അതോ പോയിക്കേ. അതൊക്കെ തന്നെ കളിക്കൂട്. ഞാൻ ചട്ടുകം പഠിപ്പിച്ചോണ്ട് വരും, നോക്കിക്കോ. പോട്ടെ. എന്തോന്ന് കൊച്ച ഇത്? അയ്യും പോയി. നിന്റെ താളത്തിന് നിൽക്കുന്നോണ്ടാണ് ഈ പ്രശ്നങ്ങള്. വാ കേറി വാ.